രോഹിതേട്ടാ, നടൻ ഉണ്ണി മുകുന്ദന് മോദിയോടുള്ള സ്നേഹം, അതുപോലെ തന്നെ BJP-യോടുള്ള സ്നേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ എന്ന് പറയുന്നത് BJP-ക്ക് വളരെ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. ലോക്സഭയിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച സ്ഥലം കൂടിയാണ് തൃശൂരിൽ ഉണ്ണി മുകുന്ദൻ മത്സരിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ശരിക്കും ഉണ്ണി മുകുന്ദൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? ഉണ്ണി മുകുന്ദൻ മത്സരിക്കോ ഇല്ലയോ എന്ന് പറയാൻ നമ്മൾ ആരും ആളല്ല. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ നടൻ ഉണ്ണി മുകുന്ദൻ, ദേവൻ, ജയറാം ഇവരുടെയൊക്കെ പേരുകൾ പൊട്ടിഘോഷിക്കുക. എന്തായാലും മോഹൻലാലിന്റെ അമ്മ മരിച്ചു പോയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇന്ന് മോഹൻലാലിന്റെ പേര് പറയാതിരുന്നത്. കാരണം പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് മോഹൻലാൽ മത്സരിക്കുന്നു, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മമ്മൂട്ടി മത്സരിക്കുന്നു, അങ്ങനെ പലരെയും മാധ്യമങ്ങൾ പേര് പറഞ്ഞ് അവസാനം ഇന്നസെന്റിനും ഭരത് മുരളിക്കും സുരേഷ് ഗോപിക്കും ഒക്കെ മത്സരിക്കേണ്ടി വന്നു എന്നുള്ളത് പിന്നീടുള്ള ചരിത്രമാണ്. ഉണ്ണിമുകുന്ദൻ മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ണിമുകുന്ദൻ എന്തായാലും രംഗം സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ തുലവും തുച്ഛമാണ് എന്നാണ് വിലയിരുത്തപ്പെടേണ്ടത്. കാരണം നരേന്ദ്രമോദിയുടെ ജീവിതം കഥയാകുന്ന മൾട്ടി ലാംഗ്വേജിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയടക്കം, റിലയൻസുമായി അഗ്രിമെൻ്റുള്ള 2-3 ഹിന്ദി ചിത്രങ്ങളടക്കം നോർത്ത് ഇന്ത്യയിലേക്ക്, അതായത് ബോളിവുഡിലേക്കൊക്കെ കടന്നു കയറാൻ നിൽക്കുന്ന ഒരു സമയമാണ് ഉണ്ണിമുകുന്ദൻ്റെ ഒരു കരിയർ ഗ്രാഫ്. ഇപ്പോൾ സിനിമകൾ ഇല്ലാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹിന്ദി സിനിമകളുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആ കരിയറിനെ തകർത്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സുരേഷ് ഗോപി തന്നെ ഇപ്പോൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്യേണ്ടുന്ന സമയത്താണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത്. ഒരു സിനിമ ചെയ്യുന്നതിന് തന്നെ ഇപ്പോൾ ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്നൊരു സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അപ്രൂവലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ണി മുകുന്ദനെ പോലൊരു നടൻ അത്തരത്തിലൊരു വിഡ്ഢിത്തത്തിന് ഒരുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. പിന്നെ മേഘ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് BJP-ക്ക് വലിയ കെട്ടുറപ്പുള്ള മണ്ണാണ് തൃശ്ശൂരിൻ്റേത് എന്നാണ്. എനിക്കറിയില്ല, തൃശ്ശൂർ കോർപ്പറേഷൻ ഇപ്പോഴും ഭരിക്കുന്നത് UDF തന്നെയാണ്. അവിടെ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു നേട്ടമുണ്ടാക്കിയത്. അതെ, അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ പ്രൊഫൈലുകൾ വോട്ട് ചോരിയൊക്കെ നേരെ സുരേഷ് ഗോപിക്ക് നേരെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സുരേഷ് ഗോപിയുടെ തൃശ്ശൂരത്തെ വിജയം അതൊരു CR മഹേഷ് സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം ആദ്യം സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നു, പരാജയപ്പെടുന്നു. നിയമസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം നടത്തിയ 5 വർഷത്തെ ഇടപെടലുകൾ, അത് സുരേഷ് ഗോപിയുടെ മാത്രമല്ല BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രന്റെ സപ്പോർട്ടോടു കൂടി ആവണമല്ലോ സ്വാഭാവികമായിട്ടും. തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന അനീഷ്, BJP-യുടെ ജില്ലാ പ്രസിഡന്റ് അനീഷ് അടക്കമുള്ളവരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം, ഈ പറയപ്പെടുന്ന തൃശ്ശൂർ പിടിച്ചേ മാറുള്ളൂ എന്നൊരു പ്രവർത്തനത്തിലേക്ക് സുരേഷ് ഗോപി പോയി. അപ്പൊ സുരേഷ് ഗോപി അത്തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു സിനിമാ താരം എന്ന് പറഞ്ഞാൽ എന്താ, നക്ഷത്രമാണ്. ആകാശത്ത് മാത്രം കുതിച്ചുയർന്ന് പ്രകാശം ചുരുത്തി നിൽക്കേണ്ടവരാണ്. അപ്പൊ ഈ താരത്തെ ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ സാധാരണക്കാരുമായിട്ട് ഇടപെടുമ്പോൾ അദ്ദേഹം അതുവരെ പിന്തുടർന്നൊരു രീതിയുണ്ട്. ഇപ്പൊ നോക്കൂ, തിരുവനന്തപുരത്ത് ശ്രീലേഖ IPS കൗൺസിലറായി വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ജീവിതം എടുത്താൽ അവർ നല്ല രീതിയിൽ പഠിച്ച് സിവിൽ സർവീസ് നേടി IPS നേടി ട്രെയിനിങ് കഴിഞ്ഞ് വിവിധങ്ങളായ പോസ്റ്റുകളിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് മേധാവിയായി വരെ എത്തിയ ഒരു വനിത. അവർ ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് ചോദിച്ചിറങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആദ്യം അവർക്ക് ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അവരുടെ ഒരു വിജയം എന്ന് പറയുന്നത് ഞാനൊരു വലിയ IPS ഉദ്യോഗസ്ഥയായിരുന്നു എന്ന ഭാവങ്ങളൊന്നും ഇല്ലാതെയാണ് അവർ ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് ചോദിച്ചെത്തിയത്. പ്രവർത്തകർക്കൊപ്പം നൃത്തം ചെയ്തും കേക്ക് മുറിച്ചും ക്രിസ്മസ് ആഘോഷിച്ചും ഒക്കെ പോയി. പക്ഷെ അവരൊരു മേയർ സ്ഥാനം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. തെറ്റല്ല, അവർ അർഹതപ്പെട്ടതാണ്. BJP-ക്ക് തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ ലഭിക്കുമ്പോൾ തിരുവനന്തപുരത്തെ BJP-യുടെ ആദ്യത്തെ അധ്യക്ഷ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഒരു IPS-കാരിയാകുന്നതിൽ ഒരു ഔചിത്യമുള്ള കാര്യമൊക്കെയായിരുന്നു. പക്ഷെ പാർട്ടി VV രാജേഷിനൊപ്പം നിന്നു. സംഘത്തിനടക്കം VV രാജേഷിനോടായിരുന്നു താല്പര്യം. അപ്പൊ നമ്മൾ അവിടെ കണ്ടത് എന്താ, മറ്റൊരു നക്ഷത്രം, മറ്റൊരു തരത്തിലുള്ളൊരു നക്ഷത്രം ഭൂമിയിലേക്ക് ഇറങ്ങി ഭൂമിയുമായി നല്ല രീതിയിൽ ഇടപെട്ട് പോവുകയും വിജയം കൊയ്യുകയും ചെയ്തു. ഇപ്പോ മുൻ മേയറും, നേരത്തെ ഞാൻ ചെയർപേഴ്സൺ എന്നാണ് പറഞ്ഞത്, ക്ഷമിക്കണം, മേയറാണ്, മുൻ മേയറും നിലവിലെ വട്ടിയൂർക്കാവ് MLA-യുമായ പ്രശാന്തുമായി ബന്ധപ്പെട്ട വിഷയം MLA ബ്രോ ആണ്, മേയർ ബ്രോ, MLA ബ്രോ ആണ്. MLA ബ്രോ ഒരു കപട മുഖമാണ് എന്ന ചില വിഷയങ്ങൾ. കാരണം ചേച്ചിയുടെ സ്ഥാനമാണ്, അല്ലെങ്കിൽ എൻ്റെ അനിയന്റെ സ്ഥാനമാണ്, എൻ്റെ മകളുടെ വിവാഹത്തിനടക്കം എനിക്ക് ഒരു ഓടി നടന്നവനാണ് എന്നൊക്കെ പറയുമ്പോഴും, ശ്രീലേഖ IPS പറയുമ്പോഴും
മാധ്യമങ്ങളോട് സംസാരിക്കുന്ന പ്രശാന്തിൽ ഒരു ക്രൂക്കഡ് രാഷ്ട്രീയക്കാരനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിബന്ധം വെച്ച് അവർ വിളിച്ചു ചോദിച്ചു, പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു, രാഷ്ട്രീയപരമായി അത് ശരിയല്ല എന്ന് പറയുന്നതിന് പകരം തന്നെ എന്തോ കളിയാക്കാൻ ശ്രമിച്ചു എന്നത് അവർ 100% അർഹമായ ഒരു കാര്യം മാത്രമാണ് ചോദിച്ചത്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ട്, അവിടെ അവർ വിളക്കത്തിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഒരു IPS കാര്യമെന്നല്ല, ഒരു നഗരസഭയുടെ കൗൺസിലർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അവരെ കാണാൻ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ ഒരു MLA ഇരിക്കുന്ന ഓഫീസിൽ വന്നിട്ട് BJPയുടെ ഒരു കൗൺസിലറോട് എങ്ങനെയാണ് പരാതി പറയാൻ പറ്റുക? എങ്ങനെയാണ് ഇവർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുക? ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാവില്ല. ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവിനെ കുറിച്ചായിരിക്കും ഒരു പരാതി പറയേണ്ടത്. ഇവിടെ വന്നിരുന്ന് പറയാൻ പറ്റുമോ? ആ സാഹചര്യം ഉണ്ടോ? അപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതുപോലെ തന്നെ ഓഫീസിന് ചുറ്റും വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരൊരു സ്ത്രീയാണ്, സ്വാഭാവികമായിട്ടും അവർക്കൊരു ടോയ്ലറ്റ് സംവിധാനം ആവശ്യമാണ്. ആ ടോയ്ലറ്റിൽ ഇരുന്നിട്ടാണ് പഴയ കൗൺസിലറുടെ ഫയൽ നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ആരായാലും ചൂണ്ടിക്കാണിക്കും. അതിന് എത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ചതിന്റെ പ്രശ്നം ഇപ്പോൾ പല ഇടതുപക്ഷ MLA-മാരുടെയും കപടമുഖങ്ങൾ പുറത്തോട്ട് വന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസിന് BJPയുടെ ശബ്ദമാണ് എന്ന് പറയുന്ന തത്വം ന്യായത്തിന്റെ കൂടെ നിൽക്കാനാണ് അവരെ ജനം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അപ്പൊ അവിടെയും ഒരു താരം മണ്ണിലിറങ്ങി സ്വതസിദ്ധമായ ശൈലിയിലൂടെ കളം പിടിച്ച ഇത് നമ്മൾ കണ്ടു. സുരേഷ് ഗോപിയുടെ കേസിലും അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ 2 തോൽവികൾ പിന്നീടുള്ള 5 വർഷക്കാലങ്ങൾ ജനഹൃദയങ്ങൾ കീഴടക്കി വലിയ ഭൂരിപക്ഷത്തിൽ 1,00,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ വിജയിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത്. ആ 5 വർഷം കൊണ്ട് സുരേഷ് ഗോപി ഉണ്ടാക്കിയ വോട്ട് BJPയുടെ വോട്ടാണ് എന്ന് ഒരു കാരണവശാലും അവകാശപ്പെടാൻ സാധിക്കില്ല എന്ന് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിക്കുക. അവിടേക്ക് ഉണ്ണിമുകുന്ദൻ ചെന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കില്ല. ജയറാം പോയി മത്സരിക്കുമെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ സാധിക്കില്ല. ജയറാം ഈ സിനിമാക്കാരുടെ കൂട്ടത്തിലെ വളരെ കണ്ണിങ് ആയിട്ടുള്ള സ്വന്തം കാര്യവും സ്വന്തം കുടുംബവും ഒക്കെ നോക്കി മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മകനെ കൃത്യമായി പ്ലേസ് ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ശ്രീനിവാസൻ മരിച്ചപ്പോൾ പോലും ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ല, സിനിമ ഷൂട്ടിംഗ് ആയിരുന്നു, കുറേ വിമർശനങ്ങളൊക്കെ ഇട്ട് അദ്ദേഹത്തിന് മറുപടിയൊക്കെ പറഞ്ഞു. ആ മനുഷ്യൻ സിനിമയൊക്കെ കളഞ്ഞിട്ട് കിട്ടുന്ന 10 പുത്തൻ മേടിച്ച് അക്കൗണ്ട് ഇടാൻ നോക്കുന്നതെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ തുച്ഛമാണ്. പക്ഷെ ജയറാം അവിടെ ഒരു സ്ഥാനാർത്ഥിയായി വന്നാൽ നല്ല സ്ഥാനാർത്ഥിയാണ്, അല്ലെന്ന് പറയാൻ സാധിക്കില്ല. കാരണം കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് ജയറാം. ഉണ്ണിമുകുന്ദനേക്കാളും സുരേഷ് ഗോപിയേക്കാളും ഒക്കെ ആളുകളെ കയ്യിലെടുക്കാൻ, ഒരു ചിരി എപ്പോഴും നിറച്ചു നിർത്തി കഥയൊക്കെ പറഞ്ഞു പോകാനും ഒക്കെ പറ്റുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ ശരീരഭാഷയുള്ള സിനിമാ നടനാണ് ജയറാം. പിന്നെ ദേവൻ BJP-കാരനാണ്, സ്വന്തമായി പാർട്ടിയൊക്കെ ഉണ്ടാക്കിയാലും ഇപ്പം BJP-ആയിട്ട് ചേർന്ന് നിൽക്കുകയാണ്. ദേവൻ സ്ഥാനാർത്ഥിയായാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനുമില്ല, ജനത്തിന് ഞെട്ടാനും ഒന്നുമില്ല എന്നുള്ളതാണ്. അതെ. അപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇനി ആരെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാലും അവിടെ വിജയ സാധ്യത കുറവാണ് എന്നാണോ? അങ്ങനെയല്ല, അവിടെ ഒരു പൊളിറ്റിക്കൽ വാറിന് നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ്. പണി അറിയാവുന്ന ഒരു പൊളിറ്റിക്കൽ വാർ നടത്താൻ പറ്റുന്ന ഒരു മനുഷ്യൻ. അവിടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇവരുടെ ഒന്നും പേര് മാത്രമല്ലല്ലോ, കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ എത്ര എതിർത്താലും വേഗയല്ല ഞാൻ പറയുന്നത്, വീഡിയോ കാണുന്ന ചില ആളുകൾ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ ഫാൻസിനൊന്നും ഈ പറയുന്ന കെ സുരേന്ദ്രന്റെ ആരാധകരല്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു നല്ല നേതൃത്വം പോലും ഉണ്ടാവാതിരുന്ന സമയത്ത് BJPയുടെ നേതൃസ്ഥാനത്തേക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ആളാണ് കെ സുരേന്ദ്രൻ. പണ്ട് ചാനൽ ചർച്ചകളിൽ ഇതാണ് രേഖ, പണ്ട് അദ്ദേഹം യുവജന വിഭാഗത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു രേഖയും ഇല്ലെങ്കിലും തൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് മല്ലിടാനും എൻ്റെ കയ്യിൽ എല്ലാ രേഖയുണ്ടെന്ന് പറയാനും, അന്ന് എനിക്കൊന്ന് PC ജോർജും കെ സുരേന്ദ്രനും ആയിരുന്നു രേഖകൾ വെച്ച് സംസാരിച്ചിരുന്ന ആളുകൾ. രേഖയൊന്നും ഉണ്ടാവില്ല, അവരൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കും. സാധാരണക്കാരായ ജനങ്ങളെയൊക്കെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ സുരേന്ദ്രന് സാധിച്ചു. സുരേന്ദ്രന്റെ ചില സ്ട്രാറ്റജികളുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ വിട്ടിത്തരം, അയാൾക്ക് തന്നെ അറിയാം ഇത് ആളുകൾ വിട്ടിത്തരമായിട്ട് എടുക്കും, പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ വോട്ട് ചെയ്യും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ പറയുന്ന 35 സീറ്റ് നേടി അധികാരത്തിലെത്തും. അപ്പോഴും ആൾ 140 സീറ്റിൽ 35 സീറ്റ് നേടി എങ്ങനെ അധികാരത്തിലെത്തും എന്ന് ചോദിച്ചാൽ ആ 35 സീറ്റ് എങ്കിലും കോൺഫിഡൻസ് കൊടുത്ത് വിജയിപ്പിച്ച് കയറ്റുക എന്നുള്ളതാണ് സുരേന്ദ്രന്റെ സ്ട്രാറ്റജി. പക്ഷെ അത് പരാജയപ്പെട്ടു, സീറ്റുകളൊന്നും നേടാൻ സാധിച്ചില്ല. പക്ഷെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഒരു സീറ്റ് നേടുകയും മൊത്തത്തിലുള്ള വോട്ട് ഷെയർ 20% ആക്കാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ്. സുരേന്ദ്രനെ ആളുകൾ ട്രസ്റ്റ് ചെയ്തു. സുരേന്ദ്രൻ അവസാനം പോകില്ല എന്നൊക്കെയാണ് എല്ലാവരും കരുതിയത്. സുരേന്ദ്ര വിഭാഗം അത് എന്ത് തന്നെയായാലും അദ്ദേഹത്തിന് വേറെ നേതാവൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊരു വലിയ ഫാക്ടറായി നിന്നു. ഇനിയിപ്പോ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണം, ഗണപതി വട്ടമാകണം, കേൾക്കുമ്പോൾ ചിരിക്കാനും വിട്ടിതരമായിട്ടൊക്കെ തോന്നും. പക്ഷെ ഈ സുൽത്താൻ ബത്തേരിയിലടക്കം BJPക്ക് വോട്ട് കൂടി എന്നത് കാണാതെ പോകാൻ
അതെ, അവരെ സംബന്ധിച്ച് എനിക്ക് അതിശയകരമായി തോന്നുന്നത് ഇപ്പോൾ അവർക്ക് 11%, 16% വോട്ട് ഷെയർ മാത്രമേ ഉള്ളൂവെങ്കിലും ഒരു കൃത്യമായ സ്ഥാനം പിടിച്ചെടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആ ശതമാനത്തിൽ ഇപ്പോൾ 40% മേടിക്കുന്ന ആൾക്കാർക്ക് പോലും ഇല്ലാത്ത സീറ്റ് നില ഉയർത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട്. കൃത്യമായ സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് നടക്കുന്നുണ്ട്. അല്ല, ഉറപ്പായിട്ടും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ടീം അങ്ങനത്തെ ഒരു ടീമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതായത് ഇവർ ചിന്തിക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിലല്ല ചിന്തിക്കുന്നത്. ഇപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ചിന്തിക്കുകയല്ല ആളുകൾക്ക് വികസനം, ഇത് അങ്ങനെയല്ല. എവിടെ ഒരു സാധനം എറിഞ്ഞു കൊടുത്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ച് അതിലൊരു വിഭാഗം ആളുകളെ കൂടെ നിർത്താൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും, ടൈറ്റ് മത്സരം ഉണ്ടാവും. തീരദേശ മേഖലയിലൊന്നും BJPക്ക് കടന്നു കയറാൻ സാധിക്കുകയില്ല. അവിടുത്തെ വോട്ട് ബാങ്ക് നല്ലൊരു വിഭാഗം കോൺഗ്രസിൻ്റെതും മറ്റു കുറച്ച് വിഭാഗം ഇടതുപക്ഷത്തിൻ്റെയാണ്. അവിടെ ഇവര് ഓപ്പറേറ്റ് ചെയ്ത രീതി എങ്ങനെ ശശി തരൂരിന് ആ വോട്ട് ലഭിക്കാതെ പന്ന്യന്റെ വേദികളിലേക്ക് ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഈ തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് അവരോട് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ തീരദേശ മേഖലയിൽ തങ്ങൾക്ക് കിട്ടാത്ത വോട്ടുകൾ തങ്ങളുടെ എതിർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നതിൽ വിജയസാധ്യതയുള്ള ആർക്കാണോ അവർക്ക് പോകാതെ മറ്റേ ആളിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വിടുക. ആ ഗ്യാപ്പിലൂടെ നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിൽ നിന്ന് വോട്ട് സമാഹരിച്ച് വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അവരുടെ സ്ട്രാറ്റജി. 50% വിജയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പൂർണ്ണമായ തോതിൽ വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് BJPയിലുള്ളത്. ഇപ്പോൾ വയനാട്ടിൽ സുരേന്ദ്രൻ മത്സരരംഗത്തിന് പോകുന്നു. വയനാട്ടിൽ സുരേന്ദ്രൻ മത്സരത്തിന് പോകുമ്പോൾ അവിടെ കിട്ടുന്ന ചിത്രം എന്താ? അവിടെ മത്സരിക്കുന്നത് ആരാ? രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരരംഗത്തേക്ക് വരുന്നു. ഈ ഇന്ത്യ മുന്നണിയിൽ തന്നെ വിടുന്ന അതിന്റെ വിരോധാഭാസം ഭയങ്കരമാണ്. CPIയുടെ ഏറ്റവും തലമുതിർന്ന ദേശീയ നേതാവ് ആനി രാജ മത്സരത്തിൽ വരുന്നു. അപ്പോൾ BJP അപ്പം സ്വാഭാവികമായിട്ടും നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഈ 3-4 സംസ്ഥാനങ്ങൾ ഒഴിച്ചുവരുത്തിയാൽ ബാക്കി എല്ലായിടത്തും കളം നിറഞ്ഞു നിൽക്കുന്ന BJP നാഷണൽ മീഡിയാസ് നോക്കുമ്പോൾ അവിടെ ആരാ സ്ഥാനാർത്ഥി? BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് സ്ഥാനാർത്ഥി. അവിടെ സുരേന്ദ്രൻ അല്ലല്ലോ സ്ഥാനാർത്ഥി, BJPയുടെ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് സ്ഥാനാർത്ഥി. അവിടെ എന്ത് വേണം? കൃത്യമായ ഒരു വോട്ട് ഷെയർ വർദ്ധനവ് കാണിച്ചു കൊടുത്തേ പറ്റും. വിജയിക്കാൻ പറ്റില്ല എന്ന് സുരേന്ദ്രനും അറിയാം, കേന്ദ്ര നേതൃത്വത്തിനും അറിയാം, ഈ നാഷണൽ മീഡിയാസിനും അറിയാം. അവിടെ എന്താണ് കാണിക്കാൻ പറ്റും? ഒരു ചാൻസും ഇല്ല. വയനാട് എന്ന് പറഞ്ഞാൽ ഒരു 4-5 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ നിൽക്കുകയാണ് സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ സുരേന്ദ്രൻ എന്താ ചെയ്യേണ്ടത്? സുരേന്ദ്രൻ അവിടെ ചെന്നിട്ട് എന്നെ ജയിപ്പിച്ചാൽ ഞാൻ ലോക്സഭയിൽ പോയിരിക്കാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പിന്നെ അവർ നോക്കുന്നത് എന്താ? ഇവിടെ എങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് സ്പ്ലിറ്റ് ചെയ്ത് വോട്ടെടുക്കാം. അപ്പൊ നോക്കുമ്പോഴാണ് സുൽത്താൻ ബത്തേരി. സുൽത്താൻ ഇത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു പേരാണ്, ബത്തേരി. കൊള്ളാം. പുള്ളി ചരിത്രമൊക്കെ പരിശോധിച്ചു. അങ്ങനെയാണ് ഇതിന് പണ്ട് ഗണപതി വട്ടം, അങ്ങനെ ഒരു ചരിത്രത്തിൽ അങ്ങനെ ഒരു പേരുണ്ട്. മാതൃഭൂമി പുറത്തിറക്കി ഇരിക്കുന്ന ഒരു പുസ്തകത്തിൽ ഞാൻ ആ പോർഷൻ എടുത്ത് വായിച്ചാണ്. ഞാനിത് കണ്ടിട്ടുണ്ടെങ്കിൽ BJP എനിക്ക് അയച്ചതെന്നാണ്. ആ ലിങ്ക് ഞാൻ വായിച്ചു നോക്കുമ്പോൾ ശരിയാണ്, ഇതിന്റെ യഥാർത്ഥ പേര് ഗണപതി വട്ടം. അവിടെ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് സുൽത്താന്റെ ബാറ്ററി, അതായത് സുൽത്താന്റെ ആയുധപുരയായിരുന്നു, ആയിട്ടാണ് ഈ ഗണപതി വട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട്. ആ സുൽത്താന്റെ ബാറ്ററി പുര പിന്നീട് സുൽത്താൻ ബത്തേരി ആയി പോയതാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴേക്കും ഞങ്ങളുടെ ഗണപതിയുടെ സ്ഥലമാണോ മുസ്ലിങ്ങളുടെ ഇസ്ലാം മത വിശ്വാസികളുടെ സുൽത്താൻ അടിച്ചോണ്ട് പോയത് എന്ന് അവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾക്ക് ഒരു തോന്നലുണ്ടാകി. അവിടെ ഇവർ 1 ബ്ലോക്കായി അവിടെ വോട്ട് കിട്ടുകയും ചെയ്തു. എന്തായാലും തോക്കും, എന്നാ പിന്നെ കുറച്ച് വോട്ട് മേടിച്ചിട്ട് തോക്കാം. ആ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അവിടെ. അതായത് ഈ പുറത്തു വരുന്ന വാർത്തകളൊന്നും വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ്.